गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। कथं पुनः योगः भवति इति उच्यते। कथं पुनः योगः भवति इति उच्यते. എങ്ങനെയാണ് യോഗനാവുന്നത്? യോഗൻ എന്ന് പറഞ്ഞാൽ യോഗി. യോഗ യോഗി രണ്ടിൻ്റെ അർത്ഥം തന്നെയാണ്. യോഗം ആർക്കുണ്ടോ അവനാണ് യോഗ അഥവാ യോഗി. അപ്പം അവിടെ എങ്ങനെയാണ് ഒരാൾ യോഗിയാവുന്നത്? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാരവിഹാരന് എന്ന് പറഞ്ഞാൽ യുക്തമായ ആഹാരവിഹാരങ്ങളെ ക്രമീകരിക്കുന്ന ആൾക്ക്. അയുക്തമായി ഒന്നും ചെയ്യാത്തവൻ. ആഹാരം യുക്തമായ അളവിൽ, യുക്തമായ വസ്തു, യുക്തമായ സമയം. കേവലം അളവ് മാത്രം യുക്തമായ പോരാ, സമയം യുക്താവണം, മാത്ര യുക്തമാകണം, അതിൻ്റെ ഗുണം യുക്തമാകണം. ഇപ്പോൾ യുക്തമായ ആഹാരം യുക്തമായ അളവാണ്. പക്ഷേ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എരിപൊരി സഞ്ചാരം എടുക്കുന്നതാണെങ്കിലോ അത് പറ്റില്ല. അങ്ങനെയുള്ളതെല്ലാം മനസ്സിലായിക്കൊള്ളാം. അങ്ങനെ യുക്തമായ ആഹാരവും യുക്തമായ വിഹാരവും. പിന്നെ കർമ്മസു യുക്തചേഷ്ടനായിരിക്കണം. കർമ്മങ്ങളിൽ എല്ലാ കർമ്മങ്ങളിലും, ലൗകിക വൈദിക എല്ലാ കർമ്മങ്ങളിലും യുക്തചേഷ്ടനായിരിക്കണം. യുക്തമായ ചേഷ്ടയോടുകൂടിയവൻ എന്നുവെച്ചാൽ നമ്മൾ പലതരം കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനവൻ്റെ മേഖലകളിൽ നിരന്തരം നമ്മളൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യുന്ന കർമ്മം നമുക്ക് യുക്തമായ രീതിയിലും ചെയ്യാം, അയുക്തമായ രീതിയിലും ചെയ്യാം. വെച്ചാൽ സമാഹിതമായിട്ട് ശാന്തമായിട്ട് ചെയ്യാം. അത് തന്നെ തീർത്തും അനാവശ്യ ബലപ്രയോഗം ചെയ്തും ബഹളം വെച്ചും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കിയും അതേ കർമ്മം തന്നെ ചെയ്യാം. ഒരേ കർമ്മം നമുക്ക് ശാന്തമായിട്ട് ചെയ്യാം, അത് തന്നെ ബഹളം ഉണ്ടാക്കി ചെയ്യാം. 1 കിലോഗ്രാം വസ്തു പൊക്കാൻ നമുക്കൊരു 10 കിലോഗ്രാം ബലം കൊടുക്കാം. അപ്പോൾ അവിടെ 9 കിലോഗ്രാം അനാവശ്യമായിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ വേഗം നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ അയുക്തമായ യാതൊരു തരത്തിൽപ്പെട്ട ചേഷ്ടയും ഇല്ലാതിരിക്കുക. നമ്മുടെ ചേഷ്ടകളെല്ലാം യുക്തമായിരിക്കുക. പിന്നെ യുക്ത സ്വപ്നാവബോധസ്യ, ഉറക്കവും ഉണർവും യുക്തമായിരിക്കുക. പാകത്തിന് ഉറങ്ങുക, പാകത്തിന് ഉണരുക. അങ്ങനെ യുക്തമായ വ്യവഹാരങ്ങളോട് കൂടിയവൻ, ആഹാരവിഹാരങ്ങൾ, ചേഷ്ടകൾ, സ്വപ്നാവബോധങ്ങൾ എല്ലാം യുക്തമായ രീതിയിൽ
ചെയ്യുന്നവൻ. അപ്പൊ യുക്ത സ്വപ്നാവബോധസ്യ എന്ന് പറയുമ്പോൾ ഉറക്കവും ഉണർവും യുക്തമായിരിക്കണം. അത് അളവ്, ആവശ്യമുള്ള ഉറക്കം കിട്ടണം. ആവശ്യമുള്ളതിലധികം ഉറക്കം വേണ്ട. ഈ ആവശ്യം എന്നുള്ളത് മാറി വരും, വ്യക്തിക്കനുസരിച്ച്, ചെയ്യുന്ന തൊഴിലിനനുസരിച്ച്, ദേശകാലങ്ങൾക്കനുസരിച്ച് ഒക്കെ മാറി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഉറക്കമൊക്കെ പറയുന്ന സമയത്ത് സമയവും ചിന്തിക്കേണ്ടതാണ്. സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ആ വ്യവസ്ഥയെ ലംഘിക്കാൻ നമുക്ക് സാധ്യമല്ല. സാധിക്കുമായിരുന്നു നമുക്ക് സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും നമുക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ. അത് നമുക്കില്ല. നമ്മൾ വിചാരിച്ചാൽ സൂര്യോദയം നേരത്തെ ആക്കാനോ വൈകിക്കാനോ കഴിയില്ല. നമ്മൾ വിചാരിച്ചാൽ സൂര്യാസ്തമയം നേരത്തെ ആക്കാനോ വൈകിക്കാനോ കഴിയില്ല. അപ്പോൾ ഒരു ജൈവികമായ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സാർവജനികമായ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതം അതിനനുസൃതമായിരിക്കണം. ഇപ്പം സൂര്യോദയത്തിന് മുമ്പ് കഴിയുന്നതും ഉണരുക, സൂര്യാസ്തമയം കഴിഞ്ഞ് ഏറെ താമസിയാതെ കിടക്കുക, ഇങ്ങനത്തെ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുക. അങ്ങനെ അളവ് മാത്രമല്ല, സമയവും എല്ലാം യുക്തമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥിതിയിൽ യോഗോ ഭവതി ദുഃഖഃ, യോഗം ദുഃഖഃ, ദുഃഖത്തെ ഹനിക്കുന്നതായിട്ട്, ദുഃഖത്തെ ഇല്ലാതാക്കുന്നതായിട്ട് തീരും. ദുഃഖമില്ലാണ്ടാവും. യോഗം ശാന്തിപ്രദമായിട്ട് തീരും. അങ്ങനെ എല്ലാത്തിലും ഒരു മധ്യമ മാർഗം, ഒരു യുക്തത സമ്പാദിക്കണം എന്നാണ് പറയുന്നത്. നോക്കൂ, യുക്താഹാര വിഹാരസ്യ ആഹ്രിയതേതി ആഹാരഃ അന്നം വിഹരണം വിഹാരഃ പാദക്രമഃ തൗ യുക്തൗ നിയത പരിമാണൗ യസ്യ തഥാ യുക്തചേഷ്ടസ്യ യുക്താ നിയത ചേഷ്ട യസ്യ കർമ്മസു തഥാ യുക്ത സ്വപ്നാവബോധസ്യ യുക്തൗ സ്വപ്നഃ ച അവബോധഃ ച തൗ നിയതകാലൗ യസ്യ തസ്യ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗിനഃ യോഗഃ ഭവതി ദുഃഖഃ. ദുഃഖാനി സർവാണി ഹന്തി ഇതി ദുഃഖഃ. സർവസംസാര ദുഃഖക്ഷയകൃത് യോഗോ ഭവതി ഇത്യർത്ഥഃ. നോക്കൂ, യുക്താഹാര വിഹാരസ്യ ആഹ്രിയതേ ഇതി ആഹാരഃ അന്നം വിഹരണം വിഹാരഃ പാദക്രമഃ തൗ യുക്തൗ നിയത പരിമാണൗ യസ്യ തഥാ യുക്തചേഷ്ടസ്യ യുക്ത നിയത ചേഷ്ട യസ്യ കർമ്മസു തഥാ യുക്തസ്വപ്നാവബോധസ്യ യുക്തൗ സ്വപ്നഃ ച അവബോധഃ ച തൗ നിയതകാലൗ യസ്യ തസ്യ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗിനഃ യോഗഃ ഭവതി ദുഃഖഃ. ദുഃഖാനി സർവാണി ഹന്തി ഇതി ദുഃഖഃ. സർവസംസാര ദുഃഖക്ഷയകൃത് യോഗഃ ഭവതി ഇത്യർത്ഥഃ. അപ്പോൾ യുക്താഹാര വിഹാരനായിട്ടുള്ള ആൾക്ക് ആഹാരം ആഹ്രിയതേ, അകത്തേക്ക് ഹരിക്കുന്നത് എന്തോ അതാണ് ആഹാരം. ശരിക്ക് പറഞ്ഞാൽ കണ്ണു കൂടെ കാണുന്നത്, ചെവി കൂടെ കേൾക്കുന്നത്, മൂക്ക് കൂടെ മണക്കുന്നത് എല്ലാം ആഹാരമാണ്. ശരിക്ക് പറഞ്ഞാൽ വായിലൂടെ ഭക്ഷിക്കുന്നത് മാത്രമല്ല.
എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണതൊക്കെ ആഹാരമാണ്. അതെല്ലാം യുക്തമായിരിക്കണം. കാഴ്ചകൾ, കേൾവികൾ, എല്ലാം, ഗന്ധങ്ങൾ, സ്പർശങ്ങളെല്ലാം, പ്രത്യേകിച്ച് കാഴ്ചകൾ. അതാണ് മനുഷ്യനെ ഏറ്റവും അധികം ബന്ധിക്കുന്നത്. കാഴ്ച ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 90% രക്ഷപ്പെട്ടു. അതെ, അത്രയും നമ്മളെ ബന്ധിക്കുന്ന വസ്തു കണ്ണാണ്, രൂപമാണ് കെട്ടിയിടുന്നത്. ശരി, അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് എടുക്കുന്നതൊക്കെ ആഹാരമാണ്. എങ്കിൽ ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ അന്നം എന്നാ പറഞ്ഞത്, കഴിക്കണത്. അത് യുക്തമായിരിക്കണം. യുക്തമായിരിക്കണം എന്ന് പറഞ്ഞാൽ യുക്തമായ അളവായിരിക്കണം, യുക്തമായ വസ്തുവായിരിക്കണം, യുക്തമായ സമയമായിരിക്കണം, എല്ലാം. അത് മാത്രമല്ല, അത് മാത്രം യുക്തമായാൽ മതിയോ? കഴിക്കുന്ന രീതി യുക്തമാവണ്ടേ? അത് വേണം. വാരി വലിച്ചു മുണുങ്ങി കഴിക്കരുത്, നടന്നുകൊണ്ട് ഓടിക്കൊണ്ടൊന്നും കഴിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിക്കുക, കഴിക്കേണ്ട രീതി കഴിക്കുക, നല്ലത് കഴിക്കുക. ഇന്നിപ്പോൾ നല്ലത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സങ്കടമാണ്. പാചകം തന്നെ കുറഞ്ഞു വീടുകളിൽ. സ്വിഗ്ഗി, സൊമാറ്റോ, അല്ലേ? എത്ര തലങ്ങളിലുള്ള വൃത്തികൾ അതിനോട് ചേർന്നു എന്ന് ആലോചിച്ച് നോക്കും. മറ്റേ ഉണ്ടാക്കുന്ന ആളുടെ വൃത്തി മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കുന്ന ആളെ വൃത്തി, കൊണ്ടുവരുന്ന ആളെ വൃത്തി, കമ്പനിയുടെ മൊത്തം പോളിസി, അതിൻ്റെ ഭാഗമായിട്ടുള്ള വൃത്തികൾ, ഇതൊക്കെ നമ്മളെ ബാധിക്കും. എല്ലാം. ഉടമസ്ഥനോട്, മേലുദ്യോഗസ്ഥനോട് ദേഷ്യം പിടിച്ച് ആണ് കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് മൂത്രം ഒഴിച്ചൊന്നും വരുമല്ലോ. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടിയെന്ന് വരും. ഇന്നത്തെ ശാപ്പാടിന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടല്ലോ. ഇപ്പം വിളിച്ചു പറയും, നിങ്ങൾ ഉണ്ടാക്കിയ പാചകം കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് കേട്ടോ, നാളെ കുറയ്ക്കാം. എന്താ ഏന്ന് പറഞ്ഞേ? വെറുതെ പറയല്ല. കാരണം നമുക്ക് ആരോടെങ്കിലും, ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ ഒരാളോട് വഴക്ക് പറഞ്ഞു വിചാരിച്ചോളാം. അപ്പം ഇയാൾക്കത് സംഘർഷമായി. ഈ സംഘർഷം തൻ്റെ താഴെയുള്ള ആളോട് കാണിക്കും. അങ്ങനെയാണ് താഴോട്ട് പോയിട്ട് അതങ്ങ് പിന്നെ അവസാനം കസ്റ്റമറിലേക്ക് പോകുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടായി പോയി. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഇപ്പോൾ DSP 4 തെറി പറഞ്ഞാൽ DYSP ഉടനെ തന്നെ വിളിച്ച് CIനെ തെറി പറയും, CI അത് വിളിച്ച് SIനെ പറയും, SI കോൺസ്റ്റബിളിനെ പറയും. അങ്ങനെ കോൺസ്റ്റബിൾ എന്ത് ചെയ്യും? അത് താഴെ കക്ഷിനോട് തീർന്നു, പ്രശ്നം തീർന്നു. അതൊരു വ്യവസ്ഥ ഉണ്ട്. വീട്ടിലാണെച്ചാലും അങ്ങനെയാണ്. ഓഫീസിൽ നിന്ന് വല്ല ദേഷ്യം പിടിച്ച് വന്നാൽ വീട്ടിൽ അത് പതിൻ്റെ നേർക്കായിരിക്കും, അല്ലെങ്കിൽ പത്നിയുടെ നേർക്കായിരിക്കും, അവരോ കുട്ടികളുടെ നേർക്കായിരിക്കും, അവരോ അടുത്ത വീട്ടുകാരോട്, അങ്ങനെ പോകും. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. നല്ലതാണ്. പക്ഷെ ഇതെന്തൊരു കഷ്ടം. ഇവൻ ബംഗാളിൽ നിന്ന് വരുന്നതിരിക്കുക, ബംഗ്ലാദേശിൽ നിന്ന് വന്നതാ. അവിടുന്ന് ബംഗാൾ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉണ്ടാക്കി വന്നിരിക്കുക. യവനാണിത് വിതരണം ചെയ്യണത്. യവൻ ആരോട് കൊടുക്കുക? ഇത് നെക്സ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കണ്ടേ? ഈ പ്രഷർ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. തുപ്പിയിടും, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിടും. ബാംഗ്ലൂരിൽ പിടിച്ചതാണ് 5-6 മാസം മുമ്പ്. ജ്യൂസിൽ മൂത്രം ഒഴിച്ചിട്ടും മറ്റേതിൽ തുപ്പി വെച്ചിട്ടും ഒക്കെ. ഓർഡർ ചെയ്തോളൂ. നല്ല എല്ലാവരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞത്. അവനവൻ തന്നെ വീട്ടിലുണ്ടാക്കിയ വല്ല പ്രശ്നമുണ്ടോ? നമ്മുടെ രീതി മാറുകയാണ്. ഓണം വിഷുവിന് പോലും ഭക്ഷണം ഉണ്ടാക്കാണ്ടായി. ഇതൊരു കഷ്ടം എന്നാലോചിച്ച് നോക്കൂ. കാണുമ്പോൾ ലജ്ജ തോന്നും. ഓണത്തിന് പാൽപ്പായസം വിതരണമാണ്. ഇത് വീട്ടിലുണ്ടാക്കി സന്തോഷമായിട്ട് കഴിക്കേണ്ടതാണ്. ഇതെന്തിനാ വാങ്ങി കഴിക്കണേ? വല്ലാത്ത സങ്കടം. ചിന്തിക്കുക. ശരി, ഇത് അനുഗ്രഹമാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, വയ്യാത്ത ആൾക്കാരുണ്ട്, ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. വയസ്സായിട്ട് മിക്കവാറും ഒറ്റപ്പെടലിൻ്റെ നൊമ്പരനുഭവിച്ച് ജീവിതം നരകതുല്യമായി കഴിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ അനുഗ്രഹമാണ്. കാരണം ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത ഒരു നമ്പർ ടച്ച് ചെയ്താൽ പോലും സാധനം വരും. അത് നല്ലതാണ്. എത്രയോ വലിയ അനുഗ്രഹമാണ്. കഴിക്കുന്നുണ്ടോയെന്ന് മകൾ കാണുന്നുണ്ടാവും, കാനഡയിൽ നിന്ന്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നിന്ന്, എവിടെന്നെങ്കിലും കാണുന്നുണ്ടാവും. ഇതല്ലോ.
അമ്മ കഴിച്ചു സന്തോഷമായി. എന്ത്? അമ്മ കഴിച്ചു, ഭക്ഷണം കഴിച്ചു, സന്തോഷമായി. ഇതിലൂടെ നോക്കുക, അമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ല. എന്നോടൊരമ്മ പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ സ്നേഹം കൊണ്ട് ഒരു നിവൃത്തിയില്ല സ്വാമി, എനിക്കാണെച്ചാൽ ഇത് ക്യാമറ മറയ്ക്കാനോട്ട് എത്തുകയില്ല, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. ഒന്ന് അങ്ങോട്ട് നീക്കിരുന്ന അപ്പം വിളി വരും, അമ്മ എന്താ വലത്തെ കസേരയിൽ ഇരിക്കാണ്ട് ഇടത്തെ കസേരയിൽ ഇരുന്നത്? എന്താ സ്നേഹം എന്നാ പിന്നെ അമ്മേനെ നോക്കി ഇവിടെ ഇരുന്നൂടെ? അതെങ്ങനെയാ പറ്റുക? വലിയ കഷ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണദോഷം മന്ത്രം കൊണ്ട് തീരില്ലേന്നാ ചോദ്യം. നോക്കാം, നമുക്ക് നോക്കാം. ശരി, ഏതായാലും കൊള്ളാം. അപ്പോൾ ഇവിടെ ആഹാരം അന്നെന്നാ എടുത്തത് ഭാഷ്യകാരൻ. അത് മാത്രം എടുക്കണ്ട, എല്ലാം എടുക്കാം. വിഹരണം വിഹാരഹ പാദക്രമ. വിഹാരം വിഹരണം നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും. ഭാഷ്യകാരൻ പാദക്രമ എന്ന് പ്രത്യേകം പറയുന്നു, നടത്തം. അപ്പം ആവശ്യത്തിന് നടത്തം വേണം, തീരെ നടക്കാതെ ഇരിക്കരുത്, തീരെ ഓടാതെ ഇരിക്കരുത്. നടത്തം ഓട്ടമൊക്കെ ആവശ്യമാണ്, അത് അധികം വേണ്ട, പാകത്തിന് വേണം. വ്യായാമങ്ങൾ. ഇനി അവിടെ പാദവിക്ഷേപം എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല, എല്ലാ വ്യവഹാരങ്ങളും വിഹാരങ്ങളും പാകത്തിന്. പിന്നെ തൗ യുക്തൗ നിയത പരിമാണം നിയതമായ അളവിൽ ഇവ രണ്ടും ആര് പാലിക്കുന്നുണ്ടോ അവൻ യുക്തചേഷ്ടൻ. അങ്ങനെയുള്ള ആൾക്ക് യുക്തചേഷ്ട യസ്യ കർമ്മസു, കർമ്മങ്ങളിൽ ആർക്കാണോ യുക്തമായ ചേഷ്ടയുള്ളത്, വേണ്ടതുപോലെ ഒരു ബഹളം വെച്ചിട്ടല്ല, ഒക്കെ ശാന്തമായി ചെയ്യുന്നു, ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നു, ആവശ്യമുള്ള ബലം കൊടുക്കുന്നു, ആവശ്യമുള്ളതിൽ കുറച്ചാവുന്നില്ല, കൂടുതലാവുന്നില്ല. ആവശ്യമുള്ളതിൽ കുറച്ച് കൊടുത്താൽ അവിടെ എവിടെ ഞെട്ടിപ്പിടിക്കും, അയ്യോ നടു ഞെട്ടി, മറ്റതായി മറിച്ചതായി എന്നൊക്കെ വരും. ആവശ്യത്തിലൊക്കെ അധികം കൊടുത്താലോ ക്ഷീണിക്കും. നമുക്ക് ഇവിടെ ഒരാളുണ്ട്, അതൊരു 2 കിലോഗ്രാം എടുക്കാൻ ഒരു 15 കിലോ പ്രയോഗിക്കും. അപ്പോഴെന്തുണ്ടാവും? ക്ഷീണിക്കും, ക്ഷീണിച്ചു കിടക്കും, പണിയെല്ലാം ചെയ്യും, അത് കഴിഞ്ഞാൽ ക്ഷീണിച്ചു കിടക്കും. അതുപോലെ യുക്ത സ്വപ്നാവബോധം, സ്വപ്ന ഉറക്കവും അവബോധവും യുക്തമായത്. നിയതകാലവും, സമയത്തിനുറങ്ങുക, സമയത്തിനുണരുക, അല്ലേ? വേണ്ടത്ര ഉറങ്ങുക, അതൊക്കെ വേണ്ടതിൽ അധികം കിടന്നുറങ്ങാതെ, വേണ്ടതിൽ കുറച്ചുറങ്ങാതെ. അതിനേക്കാൾ പ്രധാനം സമയം. ഇത് വലിയ പ്രശ്നമാണ് നമ്മൾ ഇന്നിപ്പോൾ. സൂര്യോദയം ആവുമ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്, അല്ലേ? രാത്രി ഉറക്കം കുറവാണ്. അല്ലാത്തൊരു ജീവിതക്രമത്തിലേക്കാണ് നമ്മളെ പുതിയ തലമുറയെ പ്രത്യേകിച്ചും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു സ്ട്രീറ്റ് ഉണ്ട്, രാത്രി വിഹരിക്കാനുള്ള സ്ട്രീറ്റ്. രാത്രി അവിടെ പോയി നോക്കൂ, ഇന്ന് പോയി നോക്കൂ. എന്തിനാ സ്വാമി, എന്തിനാ പോയി നോക്കിയേ? ഞാൻ രാത്രിയൊക്കെ അതിൽ പോയി നോക്കലുണ്ട്, സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണാൻ. നമ്മളെ മക്കൾ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? ഒരു 2 മണി 3 മണി 1:30 മണിക്കൊക്കെ മുഴുവൻ ഹിന്ദു കുട്ടികളാണ്, പെൺകുട്ടികൾ അവിടെ ഉണ്ടാവും. ഒരു പകുതി വസ്ത്രമൊക്കെ ആയിട്ട് പലതരം, മുഴുവൻ ഹിന്ദു കുട്ടികളാണ്. ഉറപ്പിച്ച് പറയാം. ആൺകുട്ടികളെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുണ്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നൈറ്റ് ലൈഫ് ഒരു കേമാണ്. ഉണ്ട്, അത് നല്ലതല്ലേ? അതിനെപ്പറ്റി ഇതല്ലല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ മദ്യപിക്കാൻ അറിയണമെന്ന്. വേണ്ടെന്നാര് പറഞ്ഞു? ഇതൊന്നും മോശം പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അറിയണം, എന്താ ചെയ്യണമെന്ന് അറിയണം. ഞാൻ ഒന്നിനെ എതിർത്തിട്ടില്ല. ഉറക്കമൊഴിഞ്ഞിട്ടാണല്ലോ ഇരിക്കേണ്ടത്. രാത്രി കിടന്നുറങ്ങാണ്ട് പകല് പണിയെടുക്കുക, രാത്രി കിടന്നുറങ്ങുക, രാത്രി പണിയെടുക്കുക, പകല് കിടന്നുറങ്ങുക. നല്ലതാണ്. രാത്രി ഷിഫ്റ്റുള്ളവർ പകല് കിടന്നുറങ്ങണം. യുക്ത സ്വപ്നാവബോധം ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ആർക്ക്? യോഗിക്ക്. മറ്റേത് രോഗിയാവും, അത്രയേ ഉള്ളൂ.
ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിന്, ഏത് ഭാവനയിൽ, ആരാണ് അതിൻ്റെ സ്പോൺസർമാർ, ഏത് തരം ഭാവനയാണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോന്നിൻ്റെയും പദ്ധതികളുടെ പിന്നിൽ ആരാണ് ഈ പറയുന്നത്. ശരിക്കും ഞാൻ വേറെ ഒന്നിനെയും ദോഷമായിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിനായാലും ടൈംസ് ഓഫ് ഇന്ത്യക്കായാലും ഒക്കെ തന്നെ മെട്രോ പേജുകൾ, സൺഡേ മെട്രോ പേജസ് ഉണ്ട്. അഹമ്മദാബാദ്, മുംബൈ, ദില്ലി, കൽക്കട്ട, എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ മേജർ സിറ്റികൾക്കും തുല്യമായിട്ട് സൺഡേ പേജസ് ഉണ്ട്. ആ പേജസ് ഒന്ന് വായിച്ചു നോക്കൂ, ആ പേജസ് ഒന്ന് നോക്കൂ. മുഴുവൻ അർദ്ധനഗ്നകളോ അതിൽ താഴെയോ വസ്ത്രം ധരിച്ച സ്ത്രീകൾ. എന്നാൽ പുരുഷന്മാരും അതുപോലെ വേണ്ടേ? പുരുഷന്മാർ നല്ല ഫുൾ സ്ലീവും ഫുൾ പാൻസും ഇട്ടിട്ടുള്ള പുരുഷന്മാർ. ഇങ്ങനത്തെ ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിനത്? നഗ്നാഴ്ച രണ്ടും നഗ്നായിക്കോട്ടെ, നമ്മളതിനെ ഒരിക്കലും അശ്ലീലെന്ന് വിളിക്കില്ല. ആണും പെണ്ണും തുണിയിലാണ്ട് നടന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പെണ്ണ് തുണിയിലാണ്ട് നടക്കുകയും ആണ് നല്ല ഫുൾ സ്യൂട്ടിൽ നടക്കുകയും ചെയ്യുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. അതിലാണ് നമ്മളെ കുട്ടികൾ വീണ് പോണത്. പല അച്ഛനമ്മമാരും മക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ തന്നെ ആൺകുട്ടിക്ക് നല്ല ഫുൾ പാൻസും ഇതും വാങ്ങും, പെൺകുട്ടിക്ക് ഒന്നും ഇല്ലാത്ത സാധനവും വാങ്ങും. അതിനെന്തിനാ? രണ്ടിനും ഒരുപോലെ വാങ്ങിക്കൂടെ? ഈ ഇരിക്കുന്ന കൂട്ടത്തിലും പലരും അങ്ങനെ ചെയ്യും, ഉറപ്പ്. കാരണം ഇതിനൊരു ഉപഭോഗ വസ്തുവായിട്ട്, ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ടാണ് സ്ത്രീയെ കാണിക്കുന്നത്. നിങ്ങൾ പാവകളുടെ നോക്കിക്കോളൂ. പാവകൾ ആണുങ്ങൾ നല്ല ഫുൾ സ്ലീവൊക്കെ ആയി തോക്കൊക്കെ ആയിട്ടുണ്ടാവും, പെണ്ണോ ഒന്നും ഉണ്ടാവില്ല, അത്രയും ഉണ്ടാവും. അത് തന്നെ ഉണ്ടാവില്ല. നൽകുന്നൊരു മെസ്സേജ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ശരി, എന്തോ ആട്ടെ. യുക്ത സ്വപ്നാവബോധസ്യ, അങ്ങനെയുള്ള ആൾക്ക് യോഗം ദുഃഖ, അല്ലാത്ത ആൾക്ക് ദുഃഖത. അല്ലാത്ത ആൾക്ക് ദുഃഖം നൽകുന്നതായി തീരും, ഇങ്ങനെയുള്ള ആൾക്ക് ദുഃഖം നശിപ്പിക്കുന്നതായി തീരും. ദുഃഖാനി സർവാണി ഹന്തീതി ദുഃഖ, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നു. സർവ സംസാര ദുഃഖക്ഷയകൃത്, സംസാര ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നു. ആര്? യോഗം എന്നർത്ഥം. അഥ അധുന കഥാ യുക്തോ ഭവതി ഇത് ഉച്യതേ. അവ എപ്പോഴാണ് യുക്തനായി തീരുന്നത് എന്ന് ചോദ്യം. എപ്പോഴാണ് യുക്തനായി തീരുന്നത്? അഥ അധുന കഥാ യുക്തോ ഭവതി ഇത് ഉച്യതേ. എപ്പോഴാണ് ഒരാൾ യോഗയുക്തനായി തീരുന്നത്? നേരത്തെ പറഞ്ഞു യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചന എന്നൊക്കെ പറഞ്ഞു. അതിനെ വീണ്ടും ഉറപ്പിക്കുകയാണ്. എപ്പോഴാണ് അങ്ങനെ ആവുന്നത്? യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. യഥാ എപ്പോഴാണോ വിനിയതം വിശേഷേണ നിയതമായ സംയതമായ നിയമിക്കപ്പെട്ട ചിത്തം അന്ധകരണം ആത്മന്യേവാവതിഷ്ഠതേ തന്നിൽ തന്നെ അവസ്ഥാനം ചെയ്യുന്നത്. നമ്മുടെ അന്ധകരണം നമ്മിൽ അവസ്ഥാനം ചെയ്യുന്നത്. ഇപ്പൊ എന്തൊക്കെ എവിടേക്കാണ് അവസ്ഥാനം ചെയ്യുന്നത്? അവൻ്റെ അവളുടെയും അതിൻ്റെ ഇതിൻ്റെയും എല്ലാം കൂട്ടത്തിലാണ്. ഇവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ, എങ്ങോട്ടൊക്കെയാ പോകേണ്ടത്? ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെയാ പോകണം. കുറേ കൊല്ലം മുമ്പ് ഒരിക്കലുണ്ടായിരുന്നു ഒരാൾ, ഒരു അമ്മ വളരെ സങ്കടമായിട്ട് ഇവിടെ വന്നു. കഥയല്ലത്, വളരെ സങ്കടമായിട്ട്. എന്താ പ്രശ്നം? ഇന്ന് രാവിലെ അവരെ കൂട്ടുകാരി അവരെ കണ്ടിട്ട് ചിരിച്ചില്ല, അത്രയേ ഉള്ളൂ. വേറൊന്നും. സാധാരണ ചിരിക്കണാണ്, സാധാരണ കണ്ട അപ്പം ചിരിക്കുന്നേ, ഇന്ന് ചിരിച്ചില്ല, അസ്വസ്ഥതയായി. അപ്പം ഇവരെവിടെയായിരുന്നത്? അവരെ കൂട്ടുകാരിയുടെ മുഖത്തെ പേശികളിലാണ്. കുറച്ച് പേശികൾ വികസിച്ചു, കുറച്ച് പേശികൾ സങ്കോചിച്ചു. അപ്പോഴായി ചുണ്ടൊക്കെ അങ്ങോട്ട് പുറത്ത് വന്ന് പല്ലൊക്കെ കാണിച്ചു. ഇതുണ്ടായില്ല. അവരവരുടെ വിഷമം എന്തൊക്കെയാണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. അവരെന്തൊക്കെ പ്രശ്നമായിട്ടാണ്, വീട്ടിലെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമുക്കൊന്നും അറിയില്ല. ഇവരെ കാണുമ്പോൾ ചിരിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊരു കഷ്ടം. അപ്പം ഇവരുടെ സമാധാനം പോയി.
ഇതാണ് സ്ഥിതി. അപ്പം നമ്മൾ ഓരോരുത്തരും എവിടെയൊക്കെയാണ് ഇരിക്കണമെന്ന് നോക്കുക. എവിടെയൊക്കെയാണ് ഇരിക്കണേ ചിന്തിച്ചു വെക്കുക. അതൊന്ന് മാറി നമ്മളിൽ തന്നെ ഇരിക്കണത് എപ്പോഴാണോ, വിശേഷണ നിയതമായ ചിത്തം തന്നിലിരിക്കണത് എപ്പോഴാണോ, നിസ്പൃഹ സർവകാമേഭ്യ, സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായിരിക്കണത്. സ്പൃഹയില്ല, അത് വേണം ഇത് വേണം എന്നുള്ള അത്യാഗ്രഹമൊക്കെ പോയി ശാന്തനായിരുന്നു. തന്നിലിരുന്നു. അപ്പോൾ യുക്തൻ എന്ന് പറയപ്പെടുന്നു. അപ്പോഴാണ് ഒരാൾ യുക്തനാവുന്നത്. നോക്കൂ, യഥാ വിനിയതം ചിത്തം വിശേഷേണ നിയതം സംയതം ഏകാഗ്രതാം ആപന്നം ചിത്തം ഹിത്വാ ബാഹ്യചിന്താം ആത്മനിയേവ കേവലേ അവതിഷ്ഠതേ സ്വാത്മനി സ്ഥിതിം ലഭതേ ഇത്യർത്ഥഃ. നിസ്പൃഹഃ സർവകാമേഭ്യഃ നിർഗതാ ദൃഷ്ടാദൃഷ്ടവിഷയേഭ്യഃ സ്പൃഹാ തൃഷ്ണാ യസ്യ യോഗിനഃ സഹ യുക്തഃ സമാഹിതഃ ഇതി ഉച്യതേ തദാ തസ്മിൻ കാലേ. അപ്പം എപ്പോഴാണോ വിശേഷേണ നിയതമായ സംയതമായ നിയന്ത്രിക്കപ്പെട്ട നമ്മുടെ അന്ധക്കരണം, ഒന്നുകൂടി വ്യക്തമായി പറയുന്നു ഭാഷ്യകാരൻ, ഏകാഗ്രതാമാപന്നം, ഏകാഗ്രതയെ നേടിയ ചിത്തം. ഏകാഗ്രതയെ നേടിയ ചിത്തം എന്ന് പറയുമ്പോൾ ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും കടന്ന് ഏകാഗ്രതയിലെത്തി. നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ് അതൊക്കെ. അങ്ങനെ ക്രമികമായ സാധനയിലൂടെ ഏകാഗ്രതയെ പ്രാപിച്ചു ചിത്തം. അങ്ങനെയുള്ള ചിത്തം ഹിത്വ ബാഹ്യചിന്ത, ബാഹ്യചിന്തയെ ഉപേക്ഷിച്ച് അതിക്രമിച്ചു പല വിഷയങ്ങളിലേക്ക് പുറത്തോട്ട് ഓടുന്നത് നിർത്തി കേവലേ അവതിഷ്ഠത ആത്മനി, തന്നിൽ മാത്രമായിട്ട് നിലകൊള്ളുന്നത്, തന്നിൽ നിലനിൽക്കുന്നത്. ഈ പുറത്തേക്ക് പോണത് നിർത്തിയാൽ തന്നെ തന്നിൽ നിലകൊണ്ടു. തന്നിൽ നിലകൊണ്ടാൽ പുറത്തേക്ക് പോണില്ല, അല്ലേ? പുറത്തോട്ട് പോകുമ്പോൾ തന്നിലേക്കില്ല, തന്നിലേക്കാണെങ്കിലോ പുറത്തോട്ട് പോകണില്ല. പണ്ടുള്ള നമ്മുടെ റെയിൽവേ ലൈറ്റ് പോലെയാണ്. ഇപ്പം അത് ഇതാണ് ഇലക്ട്രിക്കൽ, ഇതാണ് ഇലക്ട്രോണിക്, അല്ലേ? സാധനമാണ്. എന്നാലും സാധനം എപ്പോഴും ഉണ്ട്. പണ്ടത് മണ്ണെണ്ണ കത്തിച്ചിട്ടുള്ള വിളക്കാണ്. അതിൻ്റെ റിഫ്ലക്ടർ വെച്ച് അതിൻ്റെ പുറത്ത് ചുവന്ന പച്ച രണ്ട് ഭാഗത്ത് രണ്ട് കളറുള്ള സാധനമൊക്കെ വെച്ചിട്ട് നല്ല സുഖമാണ് കാണാനത്. അതെ, ഇയാൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഏതുവരെ? എൻജിൻ കടന്നു പോണവരെ. എൻജിൻ കടന്നു പോയി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ടാവും നോക്കുക. അപ്പം അങ്ങോട്ട് എൻജിൻ ഡ്രൈവർ കാണണം. ലോക്കോ പൈലറ്റ്, പണ്ടൊക്കെ എൻജിൻ ഡ്രൈവർ എന്നൊക്കെ അറിയാം, ഇപ്പം അതൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണ്, ഇവരൊക്കെ പ്രശ്നമാക്കും. ലോക്കോ പൈലറ്റ് എന്ന് പറയണം. അയാൾ കാണണം, എന്തേ ഇവിടെ ഗേറ്റ് കീപ്പർ ഉണ്ട്, ഗേറ്റ് കീപ്പറിൻ്റെ സാന്നിധ്യത്തിലാണ് എൻജിൻ കടന്നു പോയത്. എൻജിൻ കടന്നു പോയാൽ പിന്നെ ഡ്രൈവർക്ക് കാണണോ? വേണ്ട, പിന്നെ ഗാർഡ് കാണണം, ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കും. ഇത് പുറത്തോട്ടുള്ള സമയത്ത് അകത്ത് കാണില്ല, അകത്തോട്ടുള്ള സമയത്ത് പുറത്തും കാണില്ല. ഇത് തന്നെയാണ് പരിപാടി. ഇതിൽ പരം വേദാന്തം പഠിക്കാൻ വേറെന്താ വേണ്ട? അതെ, ചിന്തിക്കുക. അപ്പൊ ബാഹ്യചിന്തയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തന്നിലൊതുങ്ങി, തന്നിലൊതുങ്ങി പറഞ്ഞാൽ ബാഹ്യചിന്തയെ ഉപേക്ഷിച്ചു. അങ്ങനെ കേവലമായ തന്നിൽ ഉറച്ചിരിക്കുന്നത് എപ്പോഴാണോ സ്ഥിതിം ലഭതേ, അപ്പോഴോ നിസ്പൃഹ സർവകാമേഭ്യ, സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായി. സ്പൃഹ പോയി. എന്നെ എടുത്തോളൂ, സന്തോഷം, നീ അവിടെ ഇരുന്നോളൂ, വിരോധമൊന്നുമില്ല, അതിന് പിന്നാലെ നട്ടോട്ട് ഓടണില്ല, അവിടെ ഇരുന്നോളൂ. വരുന്നതിനെ അപേക്ഷിക്കണം, പോണേനെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ യാതൊരാൾ ഇരിക്കുന്നുണ്ടോ സ യുക്ത സമാഹിത ഇരിച്ചത്, അയാൾ സമാഹിതനാണെന്ന് പറയപ്പെടുന്നു. അപ്പോ തസ്മിൻ കാലേ, അപ്പോൾ തസ്യ യോഗിനഃ
തസ്യ യോഗിനഃ സമാഹിതം യച്ചിത്തം തസ്യ ഉപമാ ഉച്യതേ. അങ്ങനെയുള്ള യോഗിയുടെ ചിത്തത്തിനൊരു ഉപമ പറയുന്നു, ഒന്ന് ഉപമിക്കുകയാണ്. പൊതുവെ നമ്മൾ എല്ലാത്തിനും ഒരു ഉപമ പറയുന്നത് പഴമക്കാരുടെ ഒരു സ്വഭാവമാണ് ഇല്ലേ. നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ എല്ലാത്തിനും ഉപമ പറയും. ഓരോ വാചകത്തിനും ഉപമ ഉണ്ടാവും ഗ്രാമങ്ങളിൽ. പഴയ കാരണവന്മാരൊക്കെ സംസാരിക്കണേ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആചാര്യന്മാരുടെ സ്വഭാവമാണത്. അപ്പം ഇങ്ങനെയുള്ള ചിത്തത്തിനൊരു ഉപമ. എന്താ ഉപമ? യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ എപ്രകാരമാണോ നിവാതസ്ഥഃ ദീപഃ കാറ്റില്ലാത്തിടത്തെ ദീപം. നിവാതസ്ഥഃ വാതസ്ഥഃ ദീപഃ എന്ന് പറഞ്ഞാൽ കാറ്റുള്ളിടത്തെ ദീപം. അതിങ്ങനെ ആടി ഇളകി കളിച്ചുകൊണ്ടിരിക്കും. നിവാതസ്ഥഃ ദീപഃ കാറ്റില്ലാത്തടത്ത ദീപം. ഇതാ അവിടെ ദീപം, കാറ്റില്ലാത്തടത്ത ദീപം. ന ഇംഗതേ ഇളകുന്നില്ല, ഒട്ടും ഇളകുന്നില്ല. കാറ്റുള്ളിടത്താന്ന് വെച്ചാൽ ഇളക മാത്രമല്ല കെട്ടും പോവും, ചിലപ്പോൾ ഇളകി കളിക്കും. എന്നാൽ യാതൊരു വായുപ്രവാഹവും ഇല്ലാത്തടത്ത ദീപം നല്ല ധാരയായിട്ട് നിന്ന് കത്തുകയും. സാ ഉപമാ അതാണ് ഉപമ. ആ ഉപമ സ്മൃത സ്മരിക്കപ്പെടുന്നു. എവിടെ? യഥചിത്തസ്യ യോഗിനഃ യോഗിയുടെ സംയമിക്കപ്പെട്ട ചിത്തത്തിന് ആ ഉപമ സ്മരിക്കപ്പെടുന്നു. ആത്മനഃ യോഗം യുഞ്ജതഃ യോഗിനഃ ആത്മവിഷയകമായ യോഗം ചെയ്യുന്ന യോഗിയുടെ, തന്നെ സ്വയം സംയമിക്കുന്ന, തന്നിലേക്ക് സമാഹിതമാക്കുന്ന യോഗിയുടെ അന്തഃകരണത്തിന്റെ സ്ഥിതി അതാണ്. ഏതാണ്? കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയായി ജ്വലിക്കുന്നു. നൈംഗതേ ഇളകുന്നില്ല. അതാണ് ഉറച്ചു പറഞ്ഞാൽ. യഥാ ദീപഃ പ്രദീപഃ നിവാതസ്ഥഃ നിവാതേ വാതവർജിതേ ദേശേ സ്ഥിതഃ ന ഇംഗതേ ന ചലതി സാ ഉപമാ ഉപമീയത്തെ അനയാ ഇതി ഉപമാ യോഗജ്ഞൈഃ ചിത്തപ്രചാരദർശിഭിः സ്മൃതാ ചിന്തിതാ യോഗിനഃ യതചിത്തസ്യ സംയതാന്തഃകരണസ്യ യുഞ്ജതഃ യോഗം അനുതിഷ്ഠതഃ ആത്മനഃ സമാധിം അനുതിഷ്ഠതഃ ഇത്യർത്ഥഃ. അപ്പോൾ എപ്രകാരമാണോ യഥാ ദീപഃ പ്രദീപഃ വിളക്ക്, പ്രദീപഃ വിളക്ക്. എങ്ങനെയുള്ള വിളക്ക്? നിവാതസ്ഥഃ നിവാതേ വാതവർജിതേ ദേശേ സ്ഥിതഃ കാറ്റില്ലാത്തിടത്തെ വിളക്ക്, ഒട്ടും വായുസഞ്ചാരമില്ലാത്ത കാറ്റില്ലാത്തിടത്തെ വിളക്ക്. ന ഇംഗതേ ന ചലതി ചലിക്കുന്നില്ല, ഇളകുന്നില്ല. സാ ഉപമാ സ്മൃത ആ ഉപമ സ്മരിക്കപ്പെടുന്നു. ഉപമ എന്ന് പറഞ്ഞാൽ ഉപമീയത അനയാ ഇതി ഉപമ. യാതൊന്നിനെ കൊണ്ട് ഉപമിക്കപ്പെടുന്നു അതാണ് ഉപമ. നമുക്കറിയുന്നതാണ്. ഈ ഉപമ സ്മരിക്കപ്പെടുന്നു. ആരാൽ? ആരാ ഇങ്ങനെ പറയണത്? യോഗജ്ഞൈഹി യോഗജ്ഞന്മാർ, യോഗത്തെക്കുറിച്ച് അറിയുന്നവർ. ചിത്തപ്രചാരദർശിഭിഹി അന്ധക്കരണത്തിൻ്റെ ഗതികളെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന വിദ്വാൻമാരാണ് ഇങ്ങനെ ഉപമിക്കണത്.
വ്യക്തമാണല്ലോ, ലളിതമാണ്. ചിന്തിത യോഗിനഃ യഥചിത്തസ്യ, യഥചിത്തനായിരിക്കുന്ന യോഗിയുടെ സംയതാന്തകരണസ്യ, സംയതമായ അന്ധകരണത്തിന്റെ ആ സ്ഥിതിയെ ഉപമിക്കുന്നത് ഇതിനോടാണ്, കാറ്റില്ലാത്തടത്ത ദീപത്തോട്. ആത്മനഃ സമാധിമനുതിഷ്ഠതഃ, സ്വയം സമാധിയെ പ്രാപിച്ചിരിക്കുന്ന സമാഹിതനായ യോഗിയുടെ അന്ധകരണത്തിന്റെ സ്ഥിതിയാണത്. കാറ്റില്ലാത്തടുത്ത ദീപം പോലെ ഏകധാരയായ ഒരു തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥാവിശേഷം അതാണ്. വ്യക്തമാണല്ലോ, ഏകദേശം വ്യക്തമായി വരുന്നുണ്ട് കുറെയൊക്കെ അല്ലേ. LP സ്കൂളിലൊക്കെ ആകുമ്പം പറഞ്ഞ പോലെ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് ഉഷാറാവും. ശരി. ഏവം യോഗാഭ്യാസബലാത് ഏകാഗ്രീഭൂതം നിവാദപ്രദീപകൽപ്പം സത്. ഇങ്ങനെ യോഗാഭ്യാസ ബലം കൊണ്ട്, കേവലം ഒരു ദിവസം കൊണ്ടല്ല, ഒരു മാസം കൊണ്ടല്ല, ഒരു കൊല്ലം കൊണ്ടല്ല, ഒരു ജന്മം കൊണ്ടല്ല, ചിലപ്പോൾ ഒരു സെക്കൻഡ് മതിയാവും, ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങൾ വേണ്ടി വരും. എന്തായാലും ഒന്നുറപ്പാണ്, നിരന്തര സാധനയിലൂടെ, വിചാരത്തിലൂടെ, അന്ധകരണത്തിൻ്റെ ഏകാഗ്രത നേടുന്നതിനായിക്കൊണ്ടുള്ള അഭ്യാസത്തിലൂടെ എന്നൊക്കെ പറയാം. യോഗാഭ്യാസ ബലം കൊണ്ട് ഏകാഗ്രീഭൂതമായി, വിക്ഷിപ്തത്തിൽ നിന്നും ഏകാഗ്രത്തിലേക്ക് കടന്നു. അങ്ങനെ ഏകാഗ്രമായി തീർന്ന നിവാദപ്രദീപകൽപ്പമായി, കാറ്റില്ലാത്തടത്ത ദീപം പോലെയായി തീർന്നു ഇപ്പോ. ആ സ്ഥിതിയാണ് യോഗം എന്ന് യോഗത്തെ നിർവചിക്കുകയാണ് തുടർന്ന്. നമുക്ക് വൈദിക ശാസ്ത്രത്തിൽ ലഭിക്കാവുന്ന യോഗ നിർവചനങ്ങളിൽ ഏറ്റവും നല്ല നിർവചനമാണ് ഇപ്പോൾ പഠിക്കാൻ പോണത്. ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഭാഷ്യമാണ് നമ്മൾ പഠിക്കുന്നത്. വൈദിക സാഹിത്യത്തിൽ ഇത്ര നല്ലൊരു യോഗ നിർവചനം ലഭിക്കില്ല എന്ന് പറയണില്ല, ലഭിക്കുമെന്ന് സംശയമാണ്. നമ്മൾ കണ്ടിട്ടില്ല. അത്ര നല്ല നിർവചനാണ്. 3.5 ശ്ലോകത്തിലാണ്. നോക്കൂ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ച പരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ച പരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം
സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. ഇവിടെ 3.5 ശ്ലോകത്തിലാണ് യോഗം നിർവചിക്കുന്നത്. അര ശ്ലോകത്തിൽ ഈ യോഗം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ മൊത്തം 4 ശ്ലോകങ്ങൾ. ഒന്നാമത്തെ വാചകം, കുറേ വാചകങ്ങളായി തിരിക്കാം. എത്ര എവിടെയാണോ യോഗസേവയാ നിരുദ്ധം ചിത്തം, യോഗസേവ കൊണ്ട് നിരുദ്ധമായ ചിത്തം ഉപരമത്തെ പിന്തിരിയുന്നത്. ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ യത്രച ആത്മന ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. അത് രണ്ടാമത്തെ വ്യവസ്ഥ. എപ്പോഴാണോ തന്നാൽ തന്നെ കാണുന്നവൻ തന്നിൽ ആനന്ദിക്കുന്നത്. രണ്ടാമത്തത്. ഒന്നാമത്തെ വ്യവസ്ഥ എവിടെ യോഗസേവ കൊണ്ട് ചിത്തം നിരുദ്ധമായ ചിത്തം ഉപരമിക്കുന്നുവോ. രണ്ടാമത്തത് തന്നിൽ തന്നെ തന്നാൽ ദർശിച്ച് ആനന്ദിക്കുന്നത്. അതായിട്ടില്ല ഭഗവാൻ. തന്നിൽ തന്നെ ദർശിച്ച് തന്നാൽ ദർശിച്ച് തന്നിൽ ആനന്ദിക്കുന്നത്. മൂന്നാമത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ആത്യന്തികം സുഖം യത് തദ്വേത്തി. അതിസൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കപ്പെടേണ്ടുന്ന എന്നാൽ ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ആത്യന്തികമായ സുഖത്തെ അറിയുന്നത് എപ്പോഴാണോ. മൂന്നാമത്തത്. നാലാമത്തെ വ്യവസ്ഥ എത്രച്ച ഏവ അയം തത്വതഃ ന ചലതി. ഉറച്ചിരിക്കുന്ന ഇവൻ എപ്പോഴാണോ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കാത്തത്. നാലാമത്തെ വ്യവസ്ഥ. അഞ്ചാമത്തെ വ്യവസ്ഥ യം ലബ്ധ്വാച അപരം ലാഭം തതഃ അധികം ന മന്യതേ. യാതൊന്നിനെ ലഭിച്ചാൽ അതിനേക്കാൾ വലിയ ലാഭം ഉള്ളതായി മാനിക്കുന്നില്ലയോ. 5. ആറാമത്തെ വ്യവസ്ഥ യസ്മിൻ സ്ഥിതഃ ഗുരുണാപി ദുഃഖേന ന വിചാല്യതേ. യാതൊന്നിൽ ഉറച്ചിരുന്നാൽ വർദ്ധിച്ച ദുഃഖം കൊണ്ടും ഇളക്കപ്പെടുന്നില്ലയോ. ഈ 6 വ്യവസ്ഥ പറഞ്ഞിട്ട് പറയുകയാണ് തം അതിനെ ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗ വിയോഗത്തെ, ദുഃഖങ്ങളുമായുള്ള സംയോഗത്തിൽ നിന്നുള്ള പരിപൂർണ വിയോഗത്തെ യോഗമെന്ന് നീ അറിഞ്ഞാലും കഴിഞ്ഞു. ഇതാണ് നിർവചനം. അപ്പൊ 6 വ്യവസ്ഥകളെ പറഞ്ഞു 3 ശ്ലോകങ്ങളെ കൊണ്ട്. എന്നിട്ട് പറയാണ് അങ്ങനെയുള്ള ദുഃഖ സംയോഗ വിയോഗമാണ് യോഗമെന്ന് നീ അറിഞ്ഞാലും. ഈ നിർവചനം ചെയ്തിട്ട് പറയാണ് സഹയോഗ, ആ യോഗം നിശ്ചയേന യോക്തവ്യ, നിശ്ചയമായും നിശ്ചയബുദ്ധിയോടുകൂടി മടി കൂടാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി യോജിപ്പിക്കപ്പെടേണ്ടതാകുന്നു, അനുഷ്ഠിക്കപ്പെടേണ്ടതാകുന്നു. എങ്ങനെ? മടുപ്പില്ലാതെ, അനിർവിണ്ണ ചേതസ, മടുപ്പില്ലാതെ, വിരക്തി വരാതെ. വിരക്തി ഉണ്ടാവാൻ പാടില്ല. വിരക്തിയല്ലേ പ്രധാന സാധന. എടോ, വിരക്തിയാണ് പ്രധാന സാധന, പക്ഷെ സാധനയെന്ന് വിരക്തി വേണ്ട. ആണ് വലിയ വിരക്തിയാ. വലിയ വിരക്തനായി അല്ല സ്വാമി, സാധനയെന്നൊക്കെ വിരക്തനായി അല്ലേ. അത് പണ്ടൊരാൾ പറയുന്നുണ്ട്, പണ്ടിവൻ വലിയ ഭക്തിയിലായിരുന്നു, ഭക്തി വിഷയത്തിലായിരുന്നു അവൻ താല്പര്യം.
ഇപ്പോ ഭക്തി വിഷയത്തിലാണ്. ഇപ്പൊ ഭക്തി വിഷയത്തിലാണ്. ഇപ്പോഴും ഭക്തിയുണ്ട്, എവിടെ? വിഷയത്തിലാണ്. പണ്ട് ഇവൻ ഭക്തി വിഷയത്തിലായിരുന്നു. കുറച്ചൊരു 5-6 കൊല്ലം മുമ്പ് ഭക്തി വിഷയത്തിൽ നല്ലോണം പ്രവർത്തിച്ച ആളാ. ഇപ്പോ ഇവന്റെ ഭക്തി മുഴുവൻ പ്രവർത്തിക്കുന്നത് വിഷയത്തിലാണ്. എത്ര മാറി നോക്കൂ. അത് ചുരുങ്ങിയ സമയം വേണ്ടു ആ മാറ്റം വരാൻ. പ്രസംഗം കൊണ്ടൊന്നും കാര്യമില്ല. ഇത് അപ്പോ അതുകൊണ്ട് പറയാണ്, വിരക്തി വരാതെ ഈ സാധനയിൽ നീ വ്യാപരിച്ചോളണം. സാധനയെന്ന് വിരക്തി വേണ്ട എന്നർത്ഥം. അപ്പോ ആദ്യം 3 ശ്ലോകങ്ങളിൽ 6 വ്യവസ്ഥ പറഞ്ഞു, എന്നിട്ടാണ് നിർവചിക്കുന്നത്. നോക്കൂ, ആദ്യം തന്നെ എവിടെയാണോ യോഗസേവ കൊണ്ട് നിരുദ്ധമായ ചിത്തം ഉപരമിക്കുന്നത്. അപ്പൊ ഏതവസ്ഥയിലാ തുടങ്ങിയത്? ഏകാഗ്രീഭൂതം എന്ന് പറഞ്ഞില്ലേ? ഏകാഗ്രം എന്നുള്ള അവസ്ഥയിലാണ്. അതായത് ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും കഴിഞ്ഞിട്ട് ഏകാഗ്രമായി. ആ ഏകാഗ്രസ്ഥിതിയിലാണ് ധ്യാനം ലഭിക്കുന്നത്. ആ അവസ്ഥയിൽ അയാൾ നിരുദ്ധമായി. അങ്ങനെ നിരുദ്ധമായ, നിരോധിക്കപ്പെട്ട, വ്യാപാരങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെട്ട അന്ധക്കരണം ഉപരമിക്കുന്നു. എങ്ങോട്ട്? തന്നിലേക്ക്. ഉപരമിക്കുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക്. അവിടെ പോയാൽ ഗുണം ഉണ്ടാവും, ഇവിടെ പോയാൽ ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന നല്ലൊരു ദൃഷ്ടാന്തമുണ്ട്. കപ്പലത്തെ കാക്കകൾ. ഇതിൽ ധാന്യം കൊത്തി കൊത്തി ഇരുന്നപ്പോൾ കപ്പൽ പോയത് അറിഞ്ഞില്ല. ധാരാളം ധാന്യം കയറ്റിയ കപ്പലാണ്. ഈ പക്ഷികൾ കപ്പൽ നീങ്ങിയത് അറിഞ്ഞില്ല. കുറെ കഴിഞ്ഞ്, തീറ്റയൊക്കെ കഴിഞ്ഞ് വിശപ്പ് മാറി ചുറ്റും നോക്കുമ്പോഴാണ് നടുക്കടലില്ല. അപ്പം എന്തു ചെയ്യും? ഒരു ഭാഗത്തേക്ക് പറക്കും. കുറെ പറഞ്ഞ വിപരീത ദിശയിലാ. അത്രയും കപ്പലും നീങ്ങി. എന്താണ് മനസ്സിലായി? എന്നാ പിന്നെ വേറെ ഭാഗത്തേക്ക് പറന്നു. അങ്ങനെ 8 ഭാഗത്തേക്കും പറന്നു. അവസാനം ശാന്തമായിട്ട് ഇവിടെ വന്നിരിക്കാനോ. ഇത് വെള്ളമുണ്ട്, തീറ്റുമുണ്ട്, പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടും പോകണ്ട, അവിടെ ഇരുന്നേക്കുക. ഇതുപോലെയാണ്. പോയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലല്ലേ പോണ്ടു, അല്ലെ? എങ്ങോട്ട് പോകാനാ? അപ്പൊ ബാഹ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളിൽ പ്രയോജനാഭാവം വന്നു. അപ്പൊ താൻ തന്നിൽ തന്നെ ഒതുങ്ങി. അതാണ്. അപ്പൊ യോഗസേവ കൊണ്ട്, യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് നിരുദ്ധമായ ചിത്തം തന്നിൽ തന്നെ ഉപരമിക്കുന്നത് എപ്പോഴാണോ? ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ, എപ്പോഴാണോ തന്നെ തന്നാൽ ദർശിച്ച് തന്നിൽ ആനന്ദിക്കുന്നത്. തന്നെ തന്നാൽ ദർശിച്ചു. അവിടെ ദർശിക്കുന്നവൻ വേറെ, ദർശിക്കപ്പെടുന്നത് വേറെയല്ല. അവിടെ ദ്രഷ്ടാവും ദൃശ്യവും ദർശനമൊക്കെ ഒന്നന്നെയാ. ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണറുമ്പടി കലർന്നാറിടുന്നു ജനനി. ഇതിൽ പരം എന്താ പറയാളോ? ഒന്നുമില്ല, അല്ലേ? തന്നിൽ തന്നെയായി തുഷ്യതി, ആനന്ദിക്കുന്നു. എല്ലാ ത്രിപുടിയും പോയി. എന്നിട്ട് എവിടെ ആനന്ദിക്കുന്നു? ആത്മനി, തന്നിൽ. ആരാൽ? തന്നാൽ. എന്തിനെ കുറിച്ച്? തന്നെ കുറിച്ച്. ആര്? താൻ. എന്തൊരു, ഞാൻ ആള് ഭീകരനാട്ടോ, കേവനാണ് ഞാൻ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എന്തൊരു വലിയ ആളാന്ന്. അപ്പോ തന്നെ തന്നാൽ
തന്നിൽ ദർശിച്ച് തന്നിൽ തന്നെ ആനന്ദിച്ച് എപ്പോഴാണോ ഒരാൾ കഴിയുന്നത്. ഇതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. തുടർന്ന് 3, 4, 5, 6 വ്യവസ്ഥ പറഞ്ഞിട്ടാണ് യോഗ നിർവചനം. നമുക്ക് പഠിക്കാം ക്രമമായി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം